ഇതുപോലത്തെ കൈക്കൂലി ആദ്യമായിട്ടല്ലേ കിട്ടുന്നത്? തുറക്കമായോ? ഇവിടെ 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 ഇരിക്കുവാന്ന് ഞാൻ വിചാരിച്ച് പുറത്തിരിക്കുവാന്ന്. എന്റെ പൊന്ന് സാറേ, അടിമപ്പൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇന്നാണ് സാറേ കൺകുളിർക്ക ഒരു ഇടി കാണുന്നത്. ഞാൻ ധന്യനായി സാറേ, എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് മനസമാധാനമായിട്ട് അവിടെ കുത്തിയിരുന്ന് കച്ചവടം നടത്താം. ഒതുങ്ങിപ്പോയി സാറേ, ഒതുങ്ങിപ്പോയി. ഇന്നത്തോടെ വാസു ഒടുങ്ങി മടങ്ങി മടങ്ങി ചളങ്ങിയിരിക്കാണ് എന്റെ കൈ. വേദന. എന്നാലേ ചൂടോടെ ഇത് ഓരോന്നോട്ട് പിടിപ്പിച്ച എല്ലാ വേദനയും പമ്പ അടക്കും. ഇത് വിസ്കി അല്ലേ? ഇതേ കിട്ടിയുള്ളൂ സാറേ. വേറെ വല്ലതുമാണെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. തന്നെ കട അടച്ചോ? ഇന്നു മുതൽ അതെന്റെ കടയല്ല. അന്ന് അത് വിറ്റ. അതിനു മുമ്പ് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു. അതല്ല സാറേ, ഇന്നു മുതൽ അത് നിങ്ങളുടെ കൂടെ കടയാ. ഇത് ഏത് സമയത്തും എപ്പോഴും ധൈര്യമായിട്ട് കയറി വന്ന് വയറ് നിറയെ എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിച്ചോളണം. ഇന്നു മുതൽ നമുക്ക് ഇവിടുത്തെ കുക്കിംഗ് നിർത്താം. എടാ, അതൊക്കെ കുട്ടപ്പൻ വെള്ളത്തിന്റെ പുറത്ത് പറയുന്നതാ. നീ അത് കേട്ട് അവിടെ ചെന്ന് ഓസിൽ ഞണ്ണാൻ നിൽക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞു. അതുകൊണ്ടാ പറയുന്നത്. അത് ശരി, ടൂറ് ക്യാൻസൽ ചെയ്തത് ഇതിനായിരുന്നോ? സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാലെങ്കിലും കഴിക്കാതിരുന്നൂടെ? പനിയൊന്നുമില്ല. തലവേദനയുണ്ടോ? ഇല്ല. ഇന്നിത് മതി, വരൂ. രാവിലെ നീ എവിടെ പോയിരുന്നതാ? ഞാൻ വിളിച്ചിരുന്നല്ലോ. ആ, ഞാൻ സുമയെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ വരെ പോയി. സുമ നാട്ടിൽ പോയി വന്നപ്പോ വല്യമ്മാവിന് സുഖമില്ലെന്ന് പറയുന്ന കേട്ടു. വിശേഷമൊക്കെ അറിയാവല്ലോ എന്ന് കരുതി പോയതാ. മുഖത്ത് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഓടി നടന്നിട്ടാ. നീ വാ, നമുക്കൊല്ലം കഴിക്കാം. ഓ, നല്ല എരു. ഇത്തിരി പുട്ടുകൂടാ. സാറേ, സ്വന്തം വയറ്റിനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഇത്ര ആക്രാന്തത്തോടെ വെട്ടി വിഴുങ്ങുന്നു. 2 ചായ കൂടി. എന്തിനാ സാറേ കയ്യിലെ കാശും കൊടുത്തിട്ട് വെറുതെ വയറ്റിന് ദേനക്കേട് ഉണ്ടാക്കി വെക്കുന്നേ? കയ്യിലെ കാശോ? താനല്ലേ ഇന്നലെ പറഞ്ഞു സ്വന്തം കട പോലെ കരുതിക്കൊള്ളണമെന്ന്? കരുതാനല്ലേ പറഞ്ഞുള്ളൂ, സ്വന്തം ആക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഫ്രീ ആയിട്ട് തിന്നോളാൻ പറഞ്ഞതോ? ഞാനങ്ങനെ വെള്ളത്തിൽ വെറുതെ പലതും പറയും. അത് കേട്ട് ആയുഷ്കാലം വരെ ഓസിന് ഇങ്ങെണ്ണാവെന്ന് കരുതിയോ? കാശെടുക്ക് സാറേ. നീ നിന്നാ ഞാൻ നിൽക്കാം, പക്ഷേ നീ നിന്നാലും ഞാൻ നിൽക്കൂല. നിന്നോട് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അവിടെ നിൽക്കടാ, അവിടെ നിൽക്കും. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ പേരും പറഞ്ഞ അവിടെ പോയി വെട്ടി വിഴുങ്ങരുന്ന്. ഇപ്പൊ എന്തായി? നാറിയില്ലേ? കൊണ്ടു കൊടുക്കണ പൈസ. കാശ് കൊടുക്കണ്ട ഓർത്തല്ലേ ഞാൻ വാരി വലിച്ചു തിന്നത്. ഛേ, നാണക്കേടായി പോയി. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ റൗഡി വാസുവിനെ കടയിൽ കയറ്റി ഒന്നുകൂടെ തല്ലിയാലോ? അതെ, നമ്മൾ ചെല്ലുമ്പോ അവൻ നിന്ന് തരാൻ പോവല്ലേ തല്ലാൻ. അവൻ റൗഡിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എനിക്ക് പോലും തല്ലാനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നാളെ രാവിലെ പൈസ കൊണ്ടേ കൊടുത്തേക്കണം. ഇനി എന്തിനാ പൈസ കൊണ്ടേ കൊടുക്കണത്? പിന്നെ ആ വഴി പോകാതിരുന്നാ പോരെ? പോരുന്ന പോരെ? മതിയാ? 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 മതിയല്ലേ? എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, പ്രശ്നം നീ തന്നെ. വണ്ടിയുടെ ലൈസൻസ് ശരിയാക്കി തന്നിട്ട് പൈസ ഇവിടെ. ഒന്നും പറയണ്ട, ഇതുപോലെ പൈസ തരാനുള്ള ഒരുവനെ ഞാൻ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൈസ എടുക്കാൻ പോയിക്കോ. ലൈസൻസ് കട്ട് ചെയ്യുന്നതിന് പോയിക്കോ. സുമയങ്ങോട്ടാ? ബ്രോഡ്വേയിൽ നിന്ന് 1-2 ബുക്സ് വാങ്ങാനുണ്ട്. ബസ് കാത്ത് നിന്നതാ. കേറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പ്രകാശേട്ടൻ പോയിക്കോളൂ, ഞങ്ങൾ 2 പേരുണ്ട്. അതിനെന്താ, കേറിക്കോളൂ. കേരടി, വേണ്ട സമയം നമുക്ക് ബസ്സിൽ പോകാം. ആ ബസ് സ്റ്റാൻഡ് ജനിക്കാന്ന് വെച്ചാൽ മതി. സുമ നാട്ടിൽ പോയിട്ട് എന്താ വന്നത്? ഞാൻ പോയില്ലല്ലോ. അനിത ഇന്നലെ ഹോസ്റ്റലിൽ വന്നിരുന്നു അല്ലേ? ഇല്ല. എന്താ? അല്ല, സുമയെ കാണാൻ അനിത ഹോസ്റ്റലിലേക്ക് വരുന്നു എന്ന് പറയുന്നത് കേട്ടു. ചേച്ചി വന്നില്ലല്ലോ.
ഞാൻ സുമയെ കാണാൻ വേണ്ടി ഹോസ്റ്റൽ വരെ പോയി. സുമ നാട്ടിൽ പോയിട്ട് വന്നപ്പോ വല്യമ്മാവന് സുഖമില്ലെന്ന് പറയുന്ന കേട്ടു. വിശേഷമൊക്കെ അറിയാലോ എന്ന് കരുതി പോയതാ. ഹലോ, പ്രകാശ് മേനോനുണ്ടോ? മിസ്സിസ് മേനോനുണ്ടോ? ഇല്ല. അനിത കുഞ്ഞ് പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ആരാ സംസാരിക്കുന്നേ? ഞാൻ പ്രകാശ് മേനോന്റെ ഫ്രണ്ടാണ്. പിന്നെ വിളിച്ചോളാം. ആഹാ, വന്ന പാടെ ഇവിടെ തന്നെ ഇരിക്കുക. ദാ കാപ്പി കുടിക്കൂ. അവിടെ വെച്ചേക്ക്. ഇതെന്ത് പറ്റി? 2 ദിവസമായിട്ട് പ്രകാശ് ആകെ മൂടൗട്ടാണല്ലോ. ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഫാക്ടറി മാത്രമല്ല, എല്ലായിടത്തും പ്രോബ്ലമാണ്. എന്നാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അല്ലെങ്കിലും ഇപ്പോഴത്തെ ലേബേഴ്സിനെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രകാശിനൊരു ചെറിയ കാര്യം മതിയല്ലോ മൂടൗട്ടാവാൻ. ഇന്ന് രാവിലെ പ്രകാശ് എന്നെ വിളിച്ചിരുന്നോ? ഇല്ല. എന്താ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? രാവിലെ ഞാൻ മോളി തോമസിന്റെ വീട് വരെ ഒന്ന് പോയി. പ്രകാശിനെ ചോദിച്ചു. കുറെ ദിവസമായി അവള് വിളിക്കുന്നു. ഇവിടെ ഇരുന്ന് ബോറടിക്കല്ലേ. പ്രകാശിനാണെങ്കിൽ ഒന്നിനും തന്നെ നേരമില്ലല്ലോ. 2-3 ദിവസം കൂടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകും. അതോ നീ പോയാൽ ഞാനും ഒറ്റക്കാവൂലേ? നീ ആ കമ്പനി മുതലാളിയുടെ അടുത്ത് തന്നെ അല്ലേ? അയാളുടെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കണം. കാല് പിടിക്കാനോ? കണ്ടവന്റെ കാല് പിടിച്ചിട്ടുള്ള ജോലിയൊന്നും എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, അയാളുടെ താടിക്ക് പിടിച്ചിട്ട് ഒരു ജോലി തരാൻ പറ. എടാ, കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ദിവസേന എന്ന് അയാളെ ശല്യപ്പെടുത്തിയ ഈ മാരണം ഒഴിയട്ടെ എന്നെങ്കിലും കരുതി അയാൾ നിനക്കൊരു ജോലി തരാതിരിക്കില്ല. ഏയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. എനിക്കൊന്നും തോന്നുന്നില്ല അയാൾ ജോലി തരുന്നു. അച്ഛൻ അറിയണ്ട. എനിക്കും അതാ പേടി. അച്ഛൻ അറിഞ്ഞ ആകെ കുഴപ്പമാവും. ശ്രമിച്ചാൽ നടക്കും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ജോലി തരില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞില്ലേ? നാളെ ആയാലോ? ആ, നാളെ ഒന്നുകൂടെ അയാളെ പോയി കാണാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്തിന്? ആരുമില്ല. പോവല്ലേ? ആ, ഇവിടെ ഞാൻ അടിമോളും തൊടാൻ നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ അടി കൊള്ളാതെ മോളെ തൊടാൻ പറ്റുമോ നോക്കണം. നീ ഈ പ്രദേശത്തുള്ള എല്ലാത്തിനും വളച്ചിട്ടിരിക്കുകയാണല്ലേ? എടാ, ഞാൻ എന്ത് ചെയ്യാനാടാ? എല്ലാവർക്കും എന്നെ തന്നെ പ്രേമിക്കണം. ഇതാണ് ഗ്ലാമർ കൂടിയുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഈ ഗ്ലാമർ കുറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ഗ്ലാമർ കുറയ്ക്കാനും ബുദ്ധി കൂട്ടാനും ഒരു മാർഗവും ഇല്ല.